കത്തോലിക്ക കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ട്രീസ ലിസ് സെബാസ്റ്റ്യൻ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനകളെ കാണുന്നത്? ഇത്രയും കാര്യങ്ങൾ നടപ്പിലാക്കിയെന്ന് പറയുമ്പോൾ എത്രത്തോളം വ്യക്തതയാണ് ഇതിനെല്ലാം ഉള്ളത്? ക്രൈസ്തവ സമുദായത്തെ ഒന്നടങ്കം അവഹേളിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. കാരണം നാളിതുവരെയും ഇന്നുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത ഒരു റിപ്പോർട്ടാണ് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. കത്തോലിക്ക കോൺഗ്രസിന് ഇത് വളരെ കൃത്യമായി പറയാൻ കഴിയും. കാരണം 3 തവണ വിവരാവകാശ പ്രകാരം ഈ റിപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെട്ടു. 3 തവണയും അത് നിരാകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നുണ്ട്. ആ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. മന്ത്രിസഭയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു റിപ്പോർട്ട് ആയതിനാൽ അത് നൽകാൻ സാധിക്കില്ല എന്നാണ് നമ്മൾക്ക് വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടപ്പോൾ ലഭിച്ച ഒരു ഉത്തരം എന്ന് പറയുന്നത്. അങ്ങനെ ഇന്നും മന്ത്രിസഭയുടെ പരിഗണനയിൽ ഇരിക്കുന്ന, ഇന്നേ വരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത ഒരു റിപ്പോർട്ട്, അതിലെ 17 വകുപ്പുകളിൽപ്പെട്ട 220 ശുപാർശകൾ നടപ്പിലാക്കി എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാനാവുന്നത്? ഇതൊരു കള്ളമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കം അവഹേളിക്കുന്ന ഒരു കള്ളമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 2020 നവംബറിലാണ് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷനെ നിയോഗിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഇതേ മുഖ്യമന്ത്രി നിയോഗിച്ച ഒരു കമ്മീഷൻ. അന്ന് കമ്മീഷനെ നിയോഗിച്ചു. ഇന്നിപ്പോൾ കമ്മീഷനിലെ റിപ്പോർട്ടുകൾ നടപ്പിലാക്കി എന്ന് പറയുന്നു. ഇത് രണ്ടും ക്രൈസ്തവ സമൂഹത്തെ തികച്ചും അവഹേളിക്കുകയും നമ്മളെ വിഡ്ഢികളാക്കുകയും ചെയ്യുന്ന പ്രഖ്യാപനങ്ങളാണ്. കാരണം നമുക്കറിയാം 2.5 വർഷം എടുത്ത് 2023 മെയ് മാസത്തിലാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത്. 2.5 വർഷത്തെ സമഗ്രമായ പഠനത്തിന് ശേഷം ആ പഠനത്തിൽ ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചുള്ള എല്ലാ വിഷയങ്ങളിലും, എല്ലാ മേഖലകളിലും സമഗ്രമായ പഠനങ്ങൾ നടന്നിരുന്നു. 3 പേരടങ്ങുന്ന കമ്മീഷനായിരുന്നു അത്. അത് ക്രൈസ്തവ സമുദായത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വിഷയങ്ങളെ സംബന്ധിച്ച്, മലയോര തീരദേശ ക്രൈസ്തവ ജനതകളുടെ പിന്നോക്കാവസ്ഥയും അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച്, വന്യജീവി ആക്രമണങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ കുടിയേറ്റം മൂലം ഉണ്ടാകുന്ന സാമൂഹ്യ അസന്തുലിതാവസ്ഥ, ഇങ്ങനെ നിരവധിയായ പൊതുപ്രശ്നങ്ങളെ, ക്രൈസ്തവരെ പ്രത്യേകമായി ബാധിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് 2.5 വർഷം വിശദമായി പഠിച്ച് സമർപ്പിച്ച ഒന്നാണ്. അതിനുശേഷമാണ് വീണ്ടും ഒരു 2.5 വർഷം കൂടെ മന്ത്രിസഭ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് അത് നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് അത് വിശ്വസിക്കാൻ സാധിക്കുക? അങ്ങനെ നടപ്പിലാക്കി എന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് നടപ്പിലാക്കിയത്? ഏതൊക്കെ വകുപ്പുകളിലാണ് നടപ്പിലാക്കിയത്? എത്ര ഫണ്ടാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ മുഖ്യമന്ത്രി വ്യക്തമാക്കണ്ടേ? ഇങ്ങനെ ഒരു വ്യക്തത ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് പറയുന്നത് ഇത് ക്രൈസ്തവ സമുദായത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ പറയുന്നത്. കുറച്ചു കാലം മുന്നേ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞ് ഒരു പരസ്യം നൽകിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാടക്കടകളടക്കം പല സംഗതികളും ആരൊക്കെയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പം ഇലക്ഷൻ വരുമ്പോഴത്തേനും എന്തെങ്കിലും നേരത്തെ ചെയ്ത കാര്യങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും മറ്റാളുകൾ ചെയ്ത കാര്യങ്ങളോ, അല്ല സ്കൂളുകൾ കെട്ടിപ്പൊക്കിയെന്ന് അടക്കമുള്ള കാര്യങ്ങളടക്കം ഉയർത്തിക്കൊണ്ടുവന്ന് അതൊക്കെ അവകാശവാദമായി ഉന്നയിക്കാൻ ഇലക്ഷൻ കാലത്ത് സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ ഈ ഒരു പ്രകടനം കണ്ടിട്ട്? അവകാശവാദങ്ങൾ ഒട്ടനേകം ഇനി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് ഒരു ചെറിയ കാര്യം, നമ്മുടെ അധ്യാപക നിയമനം സംബന്ധിച്ചുള്ള ഒരു കാര്യം തന്നെ എടുക്കാം. അതിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള അധ്യാപക നിയമനത്തിലെ പ്രതിസന്ധി അവസാനിച്ചു. അതിനെല്ലാത്തിനും പരിഹാരം ഉണ്ടായി എന്ന് പറയുമ്പോഴും ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, എത്ര അധ്യാപകരുടെ നിയമനം സ്ഥിരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതൊരു അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൽ എന്ത് വാസ്തവമാണ് ഉണ്ടായിരിക്കുന്നത്, എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്, എത്ര പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്? ഇങ്ങനെ ഒട്ടനേകം പൊള്ളയായ വാഗ്ദാനങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു കാര്യം മുഖ്യമന്ത്രിയും ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും എല്ലാം മനസ്സിലാക്കേണ്ടത്, ഒരു സമുദായത്തെ ഒന്നടങ്കമാണ് നിങ്ങൾ മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ്. ന്യായമായ ആവശ്യങ്ങളാണ് നിങ്ങൾ നിരാകരിക്കുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണമുണ്ട്. പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ ഇതുപോലെ തന്നെ സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷനാണ് മുസ്ലിമുകളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടിയിട്ട്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ച് 2 മാസത്തിനുള്ളിൽ അതിന്മേൽ തീരുമാനമെടുക്കാനായെങ്കിൽ, നടപടികൾ എടുക്കാനായെങ്കിൽ എന്തുകൊണ്ടാണ് 2.5 വർഷത്തിന് ശേഷവും JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പോലും ഈ സർക്കാർ തയ്യാറാകാത്തത്? ഇത് ആരെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്?
എന്തിനു വേണ്ടിയിട്ടുള്ള ഒളിച്ചുകളിയാണ് സർക്കാർ ഇപ്പോൾ നടത്തുന്നത്? എന്തുകൊണ്ടാണ് ക്രൈസ്തവരെ മാത്രം ഇത്രയധികം അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് ആരും ധരിക്കരുത്. ഒരു രാഷ്ട്രീയ കക്ഷികളും ഒരു ഭരണകൂടവും ഇത് ധരിക്കരുത്. ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന വ്യക്തമായ ഒരു കാര്യമാണ്. പ്രസിദ്ധീകരിക്കാത്ത ഒരു റിപ്പോർട്ട്, അത് ആരുമായും ചർച്ച നടത്താത്ത ഒരു റിപ്പോർട്ട്, അത് എങ്ങനെയാണ് നടപ്പിലാക്കിയെന്ന് പറയാനായിട്ട് സർക്കാരിന് കഴിയുക? അതുപോലെ അങ്ങനെ നടപ്പിലാക്കിയെന്ന് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് സർക്കാർ അതിന്മേൽ ഒരു ധവളപത്രം ഇറക്കണം. ഏതൊക്കെ ശുപാർശകളാണ് നടപ്പാക്കിയത്, എത്ര ഫണ്ടാണ് ഓരോ കാര്യത്തിനും വേണ്ടി ചെലവഴിച്ചത്, അതുപോലെ എന്നാണ് ഇതൊക്കെ നടപ്പിലാക്കിയത്? ഇങ്ങനെ ഒരു വ്യക്തമായ ഒരു ധവളപത്രം സർക്കാർ പുറത്തിറക്കട്ടെ. അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാം ഈ റിപ്പോർട്ട് നടപ്പിലാക്കി എന്നുള്ളത്. നമ്മൾ ആരും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. 284 ശുപാർശകൾ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് നമ്മൾ കേട്ടറിവുള്ള ഒരു കാര്യമാണ്. ഇത് ഈ പറയുന്ന ശുപാർശകളിൽ എത്രയെണ്ണം, ഏതൊക്കെ, എന്ന് നടപ്പിലാക്കി, എത്ര ഫണ്ട് ഓരോന്നിനു വേണ്ടി ചെലവഴിച്ചു, എന്തൊക്കെയാണ് ആ ശുപാർശകൾ, ഇതിനെപ്പറ്റിയൊക്കെ ഇപ്പോഴും നമ്മൾക്ക് യാതൊരു ധാരണയുമില്ല. അങ്ങനെയുള്ളൊരു കാര്യത്തെപ്പറ്റി ഒരു പ്രഖ്യാപനം നടത്തുന്നത് വളരെയധികം അപലപനീയമാണ്. ഞങ്ങളോടുള്ളൊരു വഞ്ചനയാണത്, സർക്കാരിന്റെ ഒരു വഞ്ചനയാണ്. ഉത്തരവാദിത്വമുള്ള ഒരു ഭരണകൂടം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണിത്.